പ്രധാനമായും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അക്കാഡമിക് എക്സാമിനേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. മത്സര പരീക്ഷാ രംഗത്തേക്ക് കടന്നു വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അറിഞ്ഞിരിക്കണം, അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ ദോ വി കോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആസ് സെലക്ഷൻ എക്സാമിനേഷൻ ഓർ സെലക്ഷൻ ടെസ്റ്റ്, ആക്ച്വലി ദേ ആർ എലിമിനേഷൻ ടെസ്റ്റ്. നമ്മൾ അതിനെ സെലക്ഷൻ ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുമെങ്കിലും ശരിക്കും നടക്കുന്ന എലിമിനേഷനാണ്. ഓരോ സ്റ്റേജിലും എലിമിനേഷൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ഏതെങ്കിലും ഒരു വേക്കൻസി കോൾ ഫോർ ചെയ്യുകയാണെങ്കിൽ അതിൽ അപേക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ആദ്യത്തെ എലിമിനേഷൻ നടക്കുന്നത് ക്വാളിഫിക്കേഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ്. ഒരു പ്രത്യേക കരിയറിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഔട്ടാവും. ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഔട്ടായി മാറും, അല്ലേ? പിന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ അപ്ലിക്കേഷൻ സ്ക്രൂട്ടിനി സ്റ്റേജിൽ ടെക്നിക്കലി ഒക്കെ കുറേ ആൾക്കാർ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി മാറും. പിന്നെ റിമെയിൻ ചെയ്യുന്ന എല്ലാ തരത്തിലും വാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും മികച്ചവരെ കണ്ടെത്താൻ വേണ്ടി സാധാരണഗതിയിൽ നടത്തുന്ന വിവിധ പരിപാടികളിലൊന്നാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജുകളാണ് സെലക്ഷൻ എക്സാമിനേഷനുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ഏതെടുത്ത് നോക്കിയാലും SSCയിലാണെങ്കിൽ Tier 1, Tier 2 എന്നിങ്ങനെ 2 ലെവൽ എക്സാമിനേഷൻസ് ഉണ്ട്. അത് CGL, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ ആയാലും CHSL അല്ലെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ ആയാലും, ഈ 2 പരീക്ഷകൾ തമ്മിലുള്ള വ്യത്യാസം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒന്ന് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കുന്നവരെ അല്ലെങ്കിൽ പൂർത്തിയാക്കിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റത് +2 ലെവലിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സെലക്ഷൻ പ്രൊസീജിയറിനും ഫൈനലി കിട്ടുന്ന പോസ്റ്റുകൾക്കും ആ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ പരീക്ഷകൾ നേരിടുക എന്ന് പറയുന്നത്. അപ്പോൾ 2 ലെവൽ ഓഫ് എക്സാമിനേഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ പരീക്ഷയുടെ കൂടെ തന്നെ നടത്തുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റോ ഒക്കെ കൂടി ചേർന്ന ഒരു ബാറ്ററിയാണ് ശരിക്കും SSC സെലക്ഷൻ പ്രൊസീജിയറിലുള്ളത്. ഇനി ബാങ്കിങ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ SBIയും അതുപോലെ IBPSുമാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ഡയറക്റ്റ്ലി റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ എന്ന് പറയാവുന്നത്. SBI ബാങ്ക് ആണെങ്കിലും SBIയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അവർ തന്നെ നേരിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു പ്രിലിംസ് പരീക്ഷയുണ്ട്, ഒരു മെയിൻ പരീക്ഷയുണ്ട്. മെയിൻ പരീക്ഷയോട് ചേർന്ന് ഓഫീസർ പോസ്റ്റുകൾക്കെല്ലാം ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേജിലും നമ്മളിങ്ങനെ ആൾക്കാരെ ഒഴിവാക്കി എടുത്ത് ഫൈനലി വേണ്ടത്ര ആൾക്കാരെ മാത്രം ഇങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, അക്കാഡമിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒരു പ്രത്യേക പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടുന്ന ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്ത് പാസ്സായെന്നോ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻ ഫസ്റ്റ് ക്ലാസ് എന്നോ പാസ്റ്റ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നോ പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നൊരു സംവിധാനമാണ്. അതേസമയത്ത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്